സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട് CNC ടേണിംഗ് എന്ന് പറയുന്ന മോഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ചോദ്യം നോക്കിയേ, വിച്ച് ഇയർ ദ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ റോബോട്ട് വാസ് മാനുഫാക്ചർഡ് അലോങ് വിത്ത് CNC സിസ്റ്റം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇയറുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം, ഇതിൽ 10 ചോദ്യത്തിനകത്ത് ചിലപ്പോൾ ഒരു ചോദ്യം മിനിമം ഒന്നോ രണ്ടോ ചോദ്യമൊക്കെ ചിലപ്പോൾ ഈ ഇയർ അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. In which year commercial industrial robot was manufactured along with the CNC system? ഏതായിരിക്കും ഇങ്ങനെ ചോദ്യം വന്നാൽ ഉത്തരം കൊടുക്കുക? 61 അല്ലെ? റൈറ്റ് ആൻസർ ആണ്. 61 ആണ്. 1961 എന്നുള്ള രീതിയിലാണ്. കാര്യം നമ്മൾ ഓൾറെഡി കണ്ടു, നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ 1952 അല്ലെ ഇത്തരത്തിൽ ന്യൂമറിക്കൽ കൺട്രോളിന്റെ ഇൻട്രൊഡക്ഷൻ വന്നത്. പിന്നീട് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ റോബോട്ട് മാനുഫാക്ചർ ചെയ്തത് 1960. അതിനുശേഷമായിരിക്കുമല്ലോ എന്തായാലും, അതിനുശേഷമായിരിക്കും എന്നുള്ളത് അറിയാം അല്ലെ. 1961 തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് തന്നെയാണ് 1960 തന്നെയാണ്, 61 തന്നെയാണ്. അപ്പൊ ആ ഒരു റേഞ്ചിലാണ് ആ ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യം, വിച്ച് കൺട്രി ദ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ഫാക്ടറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിഫോർ 2 centuries? ഏതായിരിക്കും? ഇത് പീസ് ക്വസ്റ്റ്യൻ ആണ്. യൂറോപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് വരാം. മറ്റൊരു ചോദ്യം, ഇൻ CNC a set of instruction which describe the work which has to be done on the machine using numerical controller. എന്താ പറയാ? ഓട്ടോമേഷൻ, സിം, കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ്, ബ്ലോക്ക്, പാർട്ട് പ്രോഗ്രാം. സംശയമൊന്നുമില്ല, പാർട്ട് പ്രോഗ്രാം എന്നാണ് അതിന് പറയാ. അപ്പൊ എന്താണ് പാർട്ട് പ്രോഗ്രാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പാർട്ട് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ CNC പാർട്ട് പ്രോഗ്രാമത്തെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്താ വിളിക്കുക? ക്യാരക്ടർ അല്ലെ? ക്യാരക്ടർ, വേർഡ്, ബ്ലോക്ക്, പ്രോഗ്രാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോന്നിനെയും നമ്മൾ ക്യാരക്ടർ എന്ന് വിളിക്കുന്നു. ക്യാരക്ടർ ചേരുമ്പോൾ നമുക്ക് വേർഡ് കിട്ടും. അങ്ങനെ വേർഡുകൾ ചേരുമ്പോൾ ബ്ലോക്ക് കിട്ടും. അങ്ങനെ ഓരോ ബ്ലോക്കുകൾ ചേരുന്ന സമയത്ത് നമുക്കൊരു പ്രോഗ്രാം ആയിട്ട് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഓർഡർ കൊടുത്താൽ മതി. ക്യാരക്ടർ, പിന്നെ വേർഡ്, പിന്നെ ബ്ലോക്ക്, പിന്നെ പ്രോഗ്രാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിലായിരിക്കും ഉണ്ടാവുക. സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ക്യാരക്ടർ എന്ന് പറയുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നീട് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ന്യൂമറിക് കൺട്രോൾ സിസ്റ്റം. ന്യൂമറിക് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഓക്കെ, പാർട്ട് പ്രോഗ്രാം സ്റ്റാർട്ടഡ് വിത്ത് സിമ്പിൾ എന്തായിരുന്നു? ന്യൂമറിക്കിനകത്ത് ഓപ്ഷൻ ബി, പെർസെന്റേജ് അല്ലെ? പെർസെന്റേജ് വെച്ചായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. പെർസെന്റേജ് വെച്ചിട്ടാണ് നമ്മൾ അത് തുടങ്ങുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോ പെർസെന്റേജ് സ്ട്രക്ചർ ഓഫ് പാർട്ട് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാം. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ബിഗിനിങ് ഓഫ് പ്രോഗ്രാം ഇൻ ദ കേസ് ഓഫ് ന്യൂമറിക് ഓൺലി അല്ലെ. പിന്നെ നമ്പർ പാർട്ട് പ്രോഗ്രാം O കഴിഞ്ഞ ശേഷം 0001 എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ നമ്പർ ഓഫ് പ്രോഗ്രാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ നിരവധി ബ്ലോക്കുകൾ ഉണ്ടാകും. ഈച്ച് ബ്ലോക്ക് റെപ്രസെന്റ് ഓപ്പറേഷൻ, ഈച്ച് ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് വേർഡ്സ് ആൻഡ് അവസാനം പ്രോഗ്രാം എന്നുണ്ടാകും. മറ്റൊരു ചോദ്യം, ദ ടെമ്പററി സ്റ്റോറേജ് ഏരിയ വെയർ information is held until it is moved into operating area. The temporary storage area where information is held until it is moved into an operating area. Memory, buffer, bit, byte. ബഫർ. സംശയമൊന്നുമില്ല, ബഫർ അല്ലെ? ഇത്തരത്തിൽ ബഫർ എന്നാണ് പറയുക അല്ലെ? ബഫർ സ്റ്റോറേജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. അപ്പൊ ഇത്തരത്തിൽ ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊതുവെ നമ്മൾ ബഫർ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേഷൻ 1 ആണെന്നിരിക്കട്ടെ. സോ നെക്സ്റ്റ് സ്റ്റേഷൻ 2 ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ബഫർ സ്റ്റോറേജ് ഏരിയ കാണുന്നുണ്ടാവും. അപ്പൊ സ്റ്റേഷൻ 1 നിന്നും വരുന്ന ആ ഒരു കമ്പോണന്റ് ഈ പറയുന്ന ബഫർ 1 എന്നിരിക്കട്ടെ. ബഫർ 1 അവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ സ്റ്റേഷൻ 2 ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ബഫർ 1 സ്റ്റോർ ചെയ്തതിനു ശേഷം സ്റ്റേഷൻ 2 കമ്പോണന്റ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന സമയത്തായിരിക്കും വേക്കന്റ് ആവുമ്പോൾ മാത്രമേ ബഫർ സ്റ്റോറേജിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ അടുത്ത സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ 2 സ്റ്റേഷനുകൾക്കിടയിൽ നമുക്ക് അത് ബഫർ സ്റ്റോറേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. സോ മെഷീനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കമ്പനിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ബഫർ സ്റ്റോറേജ് എന്ന് പറയുന്നുണ്ടാവുക ഒരു സ്റ്റേഷനിൽ നിന്നും അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടയിൽ നമുക്ക് ചിലപ്പോൾ അത് ഫോർ എക്സാമ്പിൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് ഡ്രൈ ചെയ്യണം അല്ലെ? അല്പനേരം ഉണക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. സോ അതിനെ നമുക്കൊരു 1-2 മണിക്കൂർ നമ്മളൊന്ന് സ്റ്റോർ ചെയ്യും. അത് ബഫർ സ്റ്റോറേജ് ആയിട്ട് പറയാം. സോ അതിനുശേഷം വീണ്ടും അത് 1-2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഈ ബഫർ സ്റ്റോറേജ് എടുത്തായിരിക്കും അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടാവുക. സോ അത്തരത്തിൽ എന്താണ്
നമ്മളുടെ രീതിയിൽ ഇടയിലുള്ള ആ ഒരു പർട്ടിക്കുലർ സ്റ്റോറേജ് ഏരിയനെ നമ്മൾ ബഫർ സ്റ്റോറേജ് എന്ന് പറയുന്നുണ്ടാവും. എന്നാൽ ഇവിടെ സിസ്റ്റം, അതായത് നമ്മുടെ ഫയലുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന സമയത്ത് ടെമ്പററി സ്റ്റോറേജ് ഏരിയ വെയർ ഇൻഫർമേഷൻ ഈസ് ഹെൽഡ് അൺടിൽ ഇറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ഓപ്പറേറ്റിംഗ് ഏരിയ. അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് മുന്നേ ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ടെമ്പററി ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഫയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ബഫർ എന്ന് തന്നെ പറയാം. സോ ഓർത്തിരിക്കാം. പിന്നെ മെമ്മറി എന്നുള്ളത് നമുക്കറിയാം, ഇത്തരത്തിൽ സ്റ്റോറേജ് ഏരിയനെ മെമ്മറി എന്ന് പറയുന്നുണ്ടാകും. സോ ബിറ്റ് ബൈറ്റ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബിറ്റ് നമുക്കറിയാം, എത്ര ബിറ്റ് ചേരുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്? 64 ആണോ? അങ്ങനെയാണോ പഠിച്ചത്? ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എത്ര ബിറ്റാ? 8 ബിറ്റാണ്. 8 ബിറ്റ് കേട്ടോ. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1024 ബൈറ്റ് ആണ് ബേസിക്കലി എന്ത്, ഒരു KB എന്ന് പറയുന്നുണ്ട്, കിലോ ബിറ്റ്, ഒരു KB. അങ്ങനെ 1024 KB ആണെന്ത്, ഒരു MB എന്ന് പറയുന്നത് അല്ലെ, മെഗാ ബൈറ്റ് എന്ന് പറയുന്നുണ്ടാവുക. പിന്നീട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 4 ബിറ്റിനെ എന്താ വിളിക്കുക? 4 ബിറ്റിനെ വിളിക്കുന്നവരാണ് നിബിൾ എന്ന് വിളിക്കും. നിബിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 4 ബിറ്റിനെ എന്താ വിളിക്കുക? സോ ഫയൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ചോദ്യം വരിക. അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും 4 ബിറ്റിനെ വിളിക്കുന്ന പേരാണ് 1 നിബിൾ എന്ന് പറയും. നിബിൾ അതായത് അര അല്ലെ, 8ന്റെ പകുതി 4, അപ്പൊ 4 ബിറ്റ് ഒരു നിബിൾ എന്നാ പറയാ. അങ്ങനെ 8 ബിറ്റ് ഒരു ബൈറ്റ്. അങ്ങനെ എന്താണ്, 1024 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ്, 1024 KB ആണ് ഒരു MB, അങ്ങനെ 1024 MB ആണ് ഒരു GB എന്ന് പറയുന്നുണ്ടാവുക. സോ അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി, വളരെ ബേസിക് ആയിട്ട് ഓർത്തിരുന്നാൽ മതി ഫയൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ബിറ്റ് പറയുന്നുണ്ട് അല്ലെ. സോ ബിറ്റ് ബൈനറി ഡിജിറ്റ് റെപ്രസെന്റേഷൻ ആണ്. ബിറ്റ് ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ഇങ്ങനെ ബിറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അതാണ് നമ്മളിപ്പോ കണ്ടത്. 8 ബിറ്റ് ഒരു ബൈറ്റ്, അങ്ങനെ 4 ബിറ്റ് ഒരു നിബിള് കണ്ടു. സോ ബൈനറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0 1 എന്നുള്ള രീതിയിൽ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നുണ്ടാവുക. സോ പിന്നീട് ബ്ലോക്ക് ഓൾറെഡി കണ്ടു. കളക്ഷൻ ഓഫ് വേർഡ്സ് നമ്മൾ അതിനെ ബ്ലോക്ക് എന്ന് പറയുന്നു. അതുപോലെ തന്നെ BIS, ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ബഫർ എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് ഏരിയ വേർ ദ ഇൻഫർമേഷൻ ഹെൽഡ് അൺടിൽ ഇറ്റ് ഈസ് മൂവ്ഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് ഏരിയ. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. CC എന്ന് ഉദ്ദേശിക്കുന്നത് CCW, കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നതേ ഉള്ളൂ. ബഫർ എന്താണെന്ന് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, CNC മെഷീൻ ടൂൾ മെറ്റീരിയൽ കണ്ടെയ്ൻസ് നോൺ ഫെറസ് കാസ്റ്റ് അലോയി കമ്പോസ്ഡ് ഓഫ് കൊബാൾട്ട്, ക്രോമിയം, ടങ്സ്റ്റൺ. കൊബാൾട്ട് ഉള്ളത് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഏതാണ്? സ്റ്റെല്ലൈറ്റ്. യെസ്, റൈറ്റ് ആൻസർ ആണ് സ്റ്റെല്ലൈറ്റ്. അപ്പോൾ സ്റ്റെല്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ശരിക്കും അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പേരാണെങ്കിൽ തന്നെ സ്റ്റെല്ലൈറ്റ് ആണ് ഇത്തരത്തിൽ കൊബാൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. Okay, stellite is a trade name of a non-ferrous cast alloy composed of cobalt, chromium, tungsten. Okay, അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കൊബാൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അറൌണ്ട് 50% അപ് ടു അറൌണ്ട് 48 അല്ലെങ്കിൽ 50% കൊബാൾട്ട് ഉണ്ടാകും. കൊബാൾട്ട് ആണ് കൂടുതൽ. അപ്പൊ കൊബാൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? സ്റ്റെല്ലൈറ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സോ ഇൻ എ ടിപ്പിക്കൽ ഏർലി NC സിസ്റ്റം, നേരത്തെ ഉണ്ടായിരുന്ന തുടക്കകാലത്ത് ഉണ്ടായിരുന്ന NC സിസ്റ്റത്തിൽ ദ പാർട്ട് പ്രോഗ്രാം ഈസ് പ്രിപ്പയർഡ് ഓൺ പഞ്ച് ടേപ്പ്, മൈക്രോ പ്രോസസ്, കോമ്പാക്ട് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്. ഏതായിരുന്നു? പഞ്ച് ടേപ്പ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പഞ്ച് ടേപ്പ് ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തിൽ പഞ്ച് ടേപ്പ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. മറ്റു ചോദ്യം, ഇൻ CNC മെഷീൻ കർവിക് കപ്ലിംഗ് ആർ യൂസ്ഡ് ഫോർ. യെസ്, റൈറ്റ് ആൻസർ ആണ്. ഫോർ ക്വിക്ക് ഇൻഡെക്സിങ് ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. അത് മറ്റൊരു ചോദ്യം പ്രീവിയസ് ഇയർ വന്നതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീഡ്ബാക്ക് ഡിവൈസ് ക്യാൻ സെൻസ് ബോത്ത് സ്പീഡ് ആൻഡ് പൊസിഷൻ? ഏതായിരിക്കും? എൻകോഡർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നത്. പക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ടാക്കോമീറ്റർ നമ്മൾ യൂസ് ചെയ്തുകൂടെ സ്പീഡ് ഐഡന്റിഫൈ എന്നുള്ളത് സംശയമാണ്. എങ്കിൽ തന്നെ എൻകോഡർ ആണ് നിലവിൽ നമ്മളുടെ ഉത്തരമായി വന്നിട്ടുള്ളത്. എൻകോഡർ ആൻഡ് ടാക്കോമീറ്ററുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡെഫിനിഷൻ വരേണ്ടതായിട്ടുള്ളത്. എങ്കിൽ തന്നെയും എൻകോഡർ ഉത്തരമായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ഓർത്തിരുന്നാൽ മതി, പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നത്. സോ എൻകോഡർ ആൻഡ് ടാക്കോ ജനറേറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഫോർ ആക്യുറേറ്റ് പൊസിഷനിങ് ആൻഡ് വെലോസിറ്റി എറർ കറക്ഷൻ എന്നുള്ളതിൽ കാണുന്നത്. ഓർത്തിരുന്നാൽ മതി. പിന്നീട്
മനസ്സിലാക്കേണ്ടത് സെർവോ മെക്കാനിസംസ് നമുക്കറിയാം ഫോർ കറക്ഷൻ ഓഫ് ഫീഡ് ത്രൂ മോട്ടോഴ്സ് ആണ് സെർവോ മെക്കാനിസം. മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് കർവിക് കപ്ലിംഗ് ഓൾറെഡി നമ്മൾ കണ്ടു. ഫോർ ക്വിക്ക് ഇൻഡെക്സിംഗ് ആണ് ഈ ചിത്രത്തിൽ കാണുന്ന നമ്മൾ കർവിക് കപ്ലിംഗ് എന്ന് പറയുന്ന സംഗതി. ലീനിയർ മോഷൻ ഗൈഡുകൾ ഉണ്ടാവും. സോ ഫോർ ഹെവി ലോഡ് മൂവ്മെന്റ് ഓഫ് സ്ലൈഡ്സ് ലീനിയർ മോഷൻ ഗൈഡുകൾ. ലീനിയർ ബോൾ സ്ക്രൂസ് അല്ലെ, നമ്മുടെ ലീനിയർ ബോൾ സ്ക്രൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. ലീനിയർ ബോൾ സ്ക്രൂസ് ഇതിനു വേണ്ടിയിട്ടാണ് ഫോർ ആക്യുറേറ്റ് ഫ്രിക്ഷൻ ഫ്രീ ബാക്ക്ലാഷ് ഫ്രീ മൂവ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നു ലീനിയർ ബോൾ സ്ക്രൂസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചോദ്യം, ഇൻ CNC സിസ്റ്റം is a type of rotary electrical transformer used to measure the position or angular displacement of a rotary part. റിസോൾവർ റൈറ്റ് ആൻസർ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുന്നേ നടന്ന അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മളുടെ റിസോൾവർ വന്നിട്ടുണ്ട്. അതായത് എവിടെയാണ് ഈ ഒരു ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ഓപ്ഷനകത്ത് റിസോൾവർ എന്ന് പറയുന്ന സംഗതി വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ നമുക്കറിയാം, ടാക്കോമീറ്റർ, എൻകോഡർ, മോട്ടർ. അപ്പൊ റിസോൾവർ എന്താന്നുള്ള ഐഡിയ നമുക്ക് വേണം. കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ഓപ്ഷൻ ആയിട്ട് അവർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഓപ്ഷൻ നമുക്ക് നാളെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് റിസോൾവർ എന്താന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. സോ റിസോൾവർ എന്ന് പറയുന്നത് എന്താ, ബേസിക്കലി ഒരു റോട്ടറി ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ആണ്. എന്തിനു വേണ്ടിയിട്ട്, ആംഗുലാർ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത്തരത്തിൽ എത്രത്തോളം ചരിഞ്ഞു അല്ലെങ്കിൽ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്തു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് റിസോൾവർ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ആണ് ബേസിക്കലി. ഫൈൻ, അപ്പോൾ ഓർത്തിരുന്നാൽ മതി റിസോൾവർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ. റിസോൾവർ എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ്. ദാറ്റ് കൺവേർട്സ് ഷാഫ്റ്റ് ആംഗിൾ ടു ആൻ അബ്സല്യൂട്ട് അനലോഗ് സിഗ്നൽ. യഥാർത്ഥത്തിൽ ഷാഫ്റ്റിന്റെ എത്രത്തോളം ഷാഫ്റ്റ് തിരിയുന്നു എന്നുള്ളത് ഒരു സിഗ്നലാക്കി, ഒരു അനലോഗ് സിഗ്നലാക്കി തരുന്നുണ്ടാകും. സോ അത് നമുക്ക് റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, സോ അതാണ് എന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫൈൻ, അത് ഓർത്തിരുന്നാൽ മതി. മറ്റേ ചോദ്യം, ഇൻ CNC മെഷീൻ ദ മോഷൻ കൺട്രോൾ സിസ്റ്റം ഇൻക്ലൂഡ്സ്. CNC മെഷീനകത്ത് മോഷൻ കൺട്രോൾ സിസ്റ്റം ഇൻക്ലൂഡ്സ് സെർവോ മോട്ടർ, ഡ്രൈവ്സ്, ആക്സിസ് പൊസിഷനിങ് ഡിവൈസ്, ഓൾ ഓഫ് ദി അബോവ്. യെസ്, അപ്പൊ അത് ഓർത്താൽ മതി. ഇവിടെ എന്തായിരിക്കും ഉത്തരം വരിക, ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും അല്ലെ. യഥാർത്ഥത്തിൽ CNC മെഷീനകത്ത് മോഷൻ കൺട്രോൾ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സെർവോ മോട്ടർ, ഡ്രൈവ്, ആക്സിസ് പൊസിഷനിങ് ഡിവൈസ്. ഓപ്ഷൻ ഡി തന്നെയാണ്, ഓൾ ഓഫ് ദി അബോവ് ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ദാറ്റ് ഈസ് മോഷൻ കൺട്രോൾ സിസ്റ്റം ഇൻക്ലൂഡ്സ് സെർവോ മോട്ടർ, ഡ്രൈവ്സ്, ആക്സിസ് പൊസിഷൻ സിസ്റ്റം എന്നുള്ള ഓർത്തിരിക്കാം. പിന്നീട് കൺട്രോൾ സിസ്റ്റം ആർ ക്ലാസിഫൈഡ് ഇൻ ടു കോണ്ടൂറിംഗ് സിസ്റ്റം ലൈക്ക് പോയിന്റ് ടു പോയിന്റ് സിസ്റ്റം, ക്ലോസ്ഡ് ലൂപ്പ്, ഓപ്പൺ ലൂപ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലും നമുക്ക് കൺട്രോൾ സിസ്റ്റം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ബ്ലോക്ക് നമ്മുടെ ഒരു ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് N140, G02, X50, Z-36, F150 അല്ലെ. The type of tool motion will be circular interpolation clockwise. Yes, right answer ആണ്. സർക്കുലർ ഇന്റർപോളേഷൻ ക്ലോക്ക്വൈസ് അല്ലെ. ഇത്തരത്തിൽ G02 ഓർത്തിരുന്നാൽ മതി. G02 എന്നുള്ളത് ചെയ്യുന്നത് ഇത്തരത്തിൽ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, സർക്കുലർ ഇന്റർപോളേഷൻ എന്നുള്ള ഓർത്തിരുന്നാൽ മതി. G03 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുള്ളത് കണ്ടിട്ടുണ്ട്. G03 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു. മറ്റു ചോദ്യം, വിച്ച് കോഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ത്രെഡ് കട്ടിംഗ് വിത്ത് കോൺസ്റ്റന്റ്ലി വേരിയിങ് ലീഡ് ആണെങ്കിൽ ഏതായിരുന്നു? G34 സംശയമൊന്നും വേണ്ട, G34 ആണ് നമ്മളുടെ വേരിയിങ് ലീഡ് എന്ന് പറയുന്നുണ്ടാവുക. കോൺസ്റ്റന്റ് ലീഡ് ആണെന്നുണ്ടെങ്കിൽ G33 നമ്മൾ പഠിച്ചു. G40 എന്തായിരുന്നു? ടൂൾ നോസ് റേഡിയസ് ക്യാൻസൽ ആയിരുന്നു. ടൂൾ നോസ് റേഡിയസ് ക്യാൻസൽ. ബട്ട് 41 എന്തായിരുന്നു? ടൂൾ നോസ് റേഡിയസ് കോമ്പൻസേഷൻ ലെഫ്റ്റ് ആയിരുന്നു. 42 എന്ന് പറയുന്നത് റൈറ്റ് ആയിരുന്നു. ഓക്കെ, ഓർത്താൽ മതി. G28 എന്തായിരുന്നു? റെഫറൻസ് പോയിന്റിലേക്ക് എത്തിക്കാന്നുള്ള അല്ലെ. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, G33, 34 റിലേറ്റഡ് ടു ത്രെഡ് കട്ടിംഗ് ആണ്. സോ കോൺസ്റ്റന്റ് ലീഡ് ആണെങ്കിൽ 33 അത് തന്നെ, അത് ബന്ധപ്പെട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെയല്ലേ കണ്ടത്? 32 അങ്ങനെ തന്നെയല്ലേ കണ്ടിട്ടുള്ളത്? ത്രെഡ് കട്ടിംഗ് ആണ്. പിന്നെ 70 പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായിരുന്നു, സൈക്കിൾസുമായി ബന്ധപ്പെട്ടാണ്. 70 എത്രയായിരുന്നു അത്? 71 ഫിനിഷിംഗ് സൈക്കിൾ അല്ലേ?
Initial cycle. Initial cycle. Yes, right answer. Okay, fine. മറ്റൊരു ചോദ്യം, ഐഡന്റിഫൈ ദ സിമ്പിൾ യൂസ്ഡ് ഇൻ CNC ഓപ്പറേഷൻ. ഇങ്ങനെ ഒരു സിമ്പിൾ കാണാൻ എന്തായിരിക്കും സംഭവം? Machine zero. ആണോ? Machine zero. മെഷീൻ സീറോ ആണോ? അതെ, മെഷീൻ സീറോ. ഒന്നുകൂടെ നോക്കേ. മെഷീൻ സീറോ ഉണ്ട്, ടൂൾ റെഫറൻസ് ഉണ്ട്, റെഫറൻസ് റിട്ടേൺ ഉണ്ട്, ടൂൾ ചേഞ്ച് ഉണ്ട്. മെഷീൻ റെഫറൻസ് ആകുമ്പോൾ 2 സർക്കിൾ വരത്തില്ലായിരുന്നോ? അത് റെഫറൻസ് സീറോ അല്ലേ? മെഷീൻ സീറോ ഒന്നാണ് പറഞ്ഞത് സാർ ക്ലാസ്. അങ്ങനെയാണോ പറഞ്ഞത്? ഇങ്ങനെയല്ലേ പറഞ്ഞത് നമ്മള്? മെഷീൻ സീറോ ഇത് ഈ ഒരു സൈഡ് തന്നെ എടുത്തില്ലേ നമ്മൾ പറഞ്ഞേ? അതല്ലേ ഒന്നല്ലേ? അതെ, മെഷീൻ സീറോ. മെഷീൻ സീറോ. ഇത് ക്വസ്റ്റ്യൻ ഒന്നല്ലേ? നോക്കി. ഒന്നേ ഉള്ളൂ ക്വസ്റ്റ്യനില്. ക്വസ്റ്റ്യൻ ഒന്നേ ഉള്ളൂ. അപ്പോ അതായത് ഒരു സർക്കിളിനകത്ത് 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ എവിടെയാണ് വരുന്നത്? ഈ ഒരു ഡയറക്ഷനിൽ ഇവിടെ വരികയാണെന്നിരിക്കട്ടെ. അപ്പൊ വരുന്ന സമയത്ത് ഏതായിരിക്കും വരുന്നുണ്ടാവുക? മെഷീൻ സീറോ. മെഷീൻ സീറോ എന്ന് പറയുമ്പോൾ 2 സർക്കിൾ അല്ലേ? മെഷീൻ സീറോ എന്ന് പറയുന്നത് അതാണ് സംഭവം. അത് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 2 സർക്കിളിനകത്ത് ഉള്ളിലുള്ള സർക്കിളില് ക്വാഡ്രന്റ് ഇത്തരത്തിൽ രണ്ടാമത്തെ ക്വാഡ്രന്റ് ആണ് കറുപ്പുള്ളത് അല്ലെ? ഇവിടെ എന്താണ് ഇത്തരത്തിൽ ഒരു ഇതിൽ എന്താണ് നമുക്ക് ആ ഒരു ഫിൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ അതാണ് മെഷീൻ 0 പോയിന്റ്. ഈ പറഞ്ഞ രീതിയിൽ 2 സർക്കിൾ ഇല്ല, ഒരു കോമൺ സർക്കിൾ അല്ലെ, സിംഗിൾ സർക്കിളിനകത്താണ് ഇത്തരത്തിൽ റെഫറൻസിലേക്ക് ഇങ്ങനെയായിരിക്കും റെപ്രസെന്റേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾ റെഫറൻസ് പോയിന്റ് എന്ന് പറയാം. ടൂൾ റെഫറൻസ് പോയിന്റ്, ലൈക്ക് ഇവിടെ ടൂൾ റെഫറൻസ് പോയിന്റ്. ഓക്കെ, സോ ഇത് മെഷീൻ റിട്ടേൺ പോയിന്റ് 6, റെഫറൻസ് പോയിന്റ് റിട്ടേൺ എന്നുള്ളത് 6 പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയ മെഷീനകത്ത് 2 ഒരു സർക്കിളിനകത്തുണ്ട്. അതിനകത്താണ് നോക്കിയ ഈവൻ വർക്ക് പീസിലും 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഫൈൻ. ടൂളിൽ വരുന്ന സമയത്ത് ഒന്നേ ഉള്ളൂ. സപ്പോസ് ഇതൊന്നുമില്ല, എന്താണ് വെറുതെ ഈ പറഞ്ഞ രീതിയിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇങ്ങനെ വെറുതെ ക്രോസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ടൂൾ ചേഞ്ച് പോയിന്റ് ആണ്. ടൂൾ ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിതാ മതി. അപ്പൊ ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള സിമ്പിൾസ് ടൂൾ ചേഞ്ചിങ് നടക്കുക ഈ റെഫറൻസ് സീറോ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് സാധാരണ നമുക്ക് സെറ്റ് ചെയ്യാം. എവിടാന്ന് വെച്ചാൽ റെഫറൻസ് സീറോയിൽ വന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് വേണ്ടുന്ന പർട്ടിക്കുലർ ഏരിയയിൽ പൊസിഷനിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെച്ച് നമുക്ക് ടൂൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്താൽ മതി. അതെല്ലാം വിത്ത് റെസ്പെക്ട് ടു എന്താണ് റെഫറൻസ് പോയിന്റ് ആണ്. നമ്മുടെ മെഷീൻ 0 പോയിന്റിൽ നിന്നും റെഫർ ചെയ്ത് വേണം കൃത്യമായിട്ട് ഡയമെൻഷൻസ് സെറ്റ് ചെയ്യാൻ. അത്രേ ഉള്ളൂ. നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അത് നോർത്തിനാൽ മതി. നമ്മളുടെ ആ ഒരു സിമ്പിൾസുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എക്സാമുകൾക്കൊക്കെ ചോദ്യം ചിത്രങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഓർത്തിരുത്താൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രോസസ് ഓഫ് സപ്ലൈയിങ് ദ പൊസിഷൻസ് ഓഫ് സെറ്റ് ഓഫ് മോർ closely spaced point between more widely spaced points such as change point, feeding, subroutine, interpolation, error correction. ഇന്റർപോളേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. ഇത്തരത്തിൽ ഓർത്തിരുന്നാൽ മതി. ഈ പറഞ്ഞ 2 വളരെ ചേഞ്ച് ചെയ്യുന്ന 2 പോയിന്റുകൾക്കിടയിൽ നമ്മളുടെ ആ ഒരു പാത്ത് പല രീതിയിൽ വരാൻ പറ്റും. സോ അവിടെ ഈ പറഞ്ഞ രീതിയിൽ 2നും ഇടയിലുള്ള പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് ചെറിയ പോയിന്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു പാത്ത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാകും. സോ പ്രോസസ് ഓഫ് സപ്ലൈയിങ് the positions of a set of more closely spaced point. അല്ലെ, ഇത്തരത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു പാത്ത് കൃത്യമായിട്ട് 2 പോയിന്റുകൾക്കിടയിലുള്ള പാത്ത് സ്പെസിഫൈ ചെയ്യും. സോ ഇത് ആരായിരിക്കും ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ MCU, നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ പ്രോസസർ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ആകെ കൂടി കൊടുക്കുന്നുണ്ടാവുക എയും ബിയും കൊടുക്കും. സോ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ അത് ഇന്റർപൊളേറ്റ് ചെയ്ത് ആ ഒരു പാത്ത് എടുക്കുന്നുണ്ടാകും. ഓക്കെ, ഫൈൻ. സോ അതാണ് ഇന്റർപൊളേഷൻ എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയ G00 റാപ്പിഡ് ട്രാവേഴ്സ്, G01 ലീനിയർ ഇന്റർപൊളേഷൻ, സർക്കുലർ ഇന്റർപൊളേഷൻ, G02, G03 കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലർ ഇന്റർപൊളേഷൻ ആണ്. ഓക്കെ, സോ G-Unit 4 ഡ്യുവൽ ടൈം ആണ്, ഓൾറെഡി കണ്ടതാണ്. മറ്റൊരു ചോദ്യം, ഇൻ CNC the program 0 point is also known as work 0 point ആണ്, setup point, both A and B, home reference point. both A
എ ആൻഡ് ബി റൈറ്റ് ആൻസർ ആണ്. ഇത്തരത്തിൽ വർക്ക് 0 പോയിന്റ് അല്ലെങ്കിൽ സെറ്റപ്പ് പോയിന്റ് എന്നെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? പ്രോഗ്രാം 0 പോയിന്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ ഫൈൻ. അതായത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന പോയിന്റ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ റെഫറൻസിലേക്ക് എന്താണ് നമുക്ക് മെഷീൻ വിത്ത് റെസ്പെക്ട് മെഷീൻസിൽ നമുക്ക് വർക്കിന്റെ ആ ഒരു വർക്ക് പീസിന്റെ 0 പോയിന്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ പ്രോഗ്രാം 0 പോയിന്റ്. ഓക്കെ, അതിനെ വർക്ക് 0 പോയിന്റ് അല്ലെങ്കിൽ സെറ്റപ്പ് പോയിന്റ് എന്ന് പറയാറുണ്ട്. ഓർത്തിരുന്നാൽ മതി. സോ രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ ഫൈൻ. ഇപ്പോൾ ചിത്രത്തിനകത്ത് പ്രോഗ്രാം 0 പോയിന്റ് അല്ലെങ്കിൽ സെറ്റപ്പ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് ദ പോയിന്റ് ഈസ് ചോസൺ ബൈ ദ പാർട്ട് പ്രോഗ്രാമർ ആൻഡ് ദ ഇൻപുട്ട് ഓഫ് ദ മെഷീൻ കൺട്രോളർ. അതായത് പാർട്ട് പ്രോഗ്രാമർ ചോസൺ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഇൻപുട്ട് ഓഫ് ദ മെഷീൻ കൺട്രോളർ എന്ന് ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമർ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ള ഓർത്തിരിക്കാം. സോ ഇതെല്ലാം റിലേഷൻ ടു എന്താണ്? മെഷീൻ 0 പോയിന്റ്. നമ്മൾ കൊടുക്കുന്നതെല്ലാം വിത്ത് റെസ്പെക്ട് ടു മെഷീൻ 0 പോയിന്റിൽ നിന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, എ യു ഷേപ്ഡ് പീസ് with hole into which a link is inserted. A U-shaped piece with hole into which a link is inserted. അല്ലെ, ഒരു U-shaped ആയിട്ടുള്ള ഒരു എന്താണ് ഒരു കമ്പോണന്റ്, അതിനകത്തേക്ക് ഹോൾ ഉണ്ട്. സോ ലിങ്ക് ഈസ് ഇൻസർട്ടഡ് ആൻഡ് ത്രൂ വിച്ച് എ പിൻ ഓർ ബോൾട്ട് ഈസ് റൺ. അല്ലെ, അതിനകത്തേക്ക് ഒരു പിന്ന് അല്ലെങ്കിൽ ബോൾട്ട് ഒക്കെ റൺ ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫാസ്റ്റനിങ് ഡിവൈസ് വിച്ച് അലൗ റൊട്ടേഷൻ നമുക്ക് അലൗ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാസ്റ്റനിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി എന്താ വിളിക്കുക? ഷിംസ്, സ്പ്ലൈന്, കോളാർ, ക്ലെവിസ്. എന്താ വിളിക്കുക? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടത്. ക്ലെവിസ് ആണോ? യെസ്, റൈറ്റ് ആൻസർ ക്ലെവിസ് ആണ്. ഉത്തരം എന്താണ്? ക്ലെവിസ്. അപ്പോ ഇതെവിടെ പറഞ്ഞിട്ടുള്ളത്? ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മളുടെ ആ ഒരു എന്താണ് സ്ക്രീൻഷോട്ട് എടുത്ത സാധനമാണ്. അപ്പൊ ഇവിടെ ക്ലെവിസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ക്ലെവിസ് ഈ ചിത്രത്തിൽ കാണുന്ന സംഗതി, അതാണ് നമ്മുടെ സംഭവം. അവിടെ എന്താണ്? ഒരു യു ഷേപ്ഡ് സാധനം ഉണ്ടല്ലേ, യു ഷേപ്ഡ് പീസ് ഉണ്ട്. അതിനകത്ത് ഹോളുകൾ കാണാൻ സാധിക്കും. സോ അത് നമുക്കൊരു ലിങ്ക്, ഇവിടെ നമുക്ക് എന്താണ് ഹോളുകൾ കൺസേൺഡ്, ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ആ ഹോളിലൂടെ പിൻ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സൽ ജോയിന്റ് പോലെയൊക്കെ ഏകദേശം കണ്ടല്ലൊക്കെ തോന്നും ഏകദേശം. അപ്പൊ ഇത്തരത്തിൽ യു ഷേപ്ഡ് ആയിട്ടുള്ള പീസാണ് വിത്ത് ഹോൾ ഇൻ ടു വിച്ച് എ ലിങ്ക് ഈസ് ഇൻസേർട്ടഡ് ആൻഡ് ത്രൂ വിച്ച് എ പിൻ ഓർ ബോൾട്ട് ഈസ് റൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് ഡിവൈസ് വിച്ച് ഇസ് അലോസ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, അപ്പൊ ക്ലെവിസ്. ഷിംസ് എന്താ നോക്കാം. ഷിംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത്തരത്തിൽ മെറ്റൽ ഇൻസേർട്ടുകളാണ്. നമ്മൾ ഗിബ് എന്നൊക്കെ പറയാറുണ്ട്, ജിബ് അല്ലെങ്കിൽ ഗിബ് എന്നൊക്കെ പറയാറുണ്ട്. സോ തിൻ സ്ട്രിപ്പ് ഓഫ് മെറ്റൽ ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ടു സർഫസ് ടു അഡ്ജസ്റ്റ് ഫോർ ഫിറ്റ്. ഇത്തരത്തിൽ നമുക്ക് ഫിറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. സോ ഫിറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഫോർ ഫിറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾക്ക് രണ്ട് സർഫസുകൾക്കിടയിലൊക്കെ നമ്മൾ ചെറിയ വളരെ തിന്നായിട്ടുള്ള സ്ട്രിപ്പുകൾ ഇൻസേർട്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഷിംസ് എന്ന് പറയുന്നുണ്ടാവുക. ഷിംസ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്കറിയാം. സ്പ്ലൈൻ എന്താണെന്നുള്ളത് അറിയാം. സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പാറ്റേൺ കീവേസ് നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ട് ഇന്റേണൽ ആയിട്ട് കൊടുക്കാറുണ്ട്. സ്പ്ലൈൻസ് ഇത്തരത്തിൽ ഇന്റേണൽ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള സ്പ്ലൈൻസുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, സ്പ്ലൈൻസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്പ്ലൈൻ, അണ്ടർകട്ട്, അതുപോലെ തന്നെ ടാപ്പ് എന്താന്നൊക്കെ നമുക്കറിയാം. ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ടാപ്പ് ടൂൾ യൂസ് ചെയ്യാറുണ്ട്. ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ATC? പ്രിപ്പറേഷൻ ഫോർ പാർട്ട് പ്രോഗ്രാമിംഗ് ആക്സസ് കൺവെൻഷൻ ഇൻ CNC മെഷീൻ. ATC എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ച്. ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ. ATC ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ അങ്ങനെയുള്ള എന്താണ് നമ്മളുടെ ആ ഒരു കറസ്പോണ്ടിങ് അബ്രിവേഷൻ ഒക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. സോ ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ APC എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പാലറ്റ് ചേഞ്ചർ അല്ലെ. വർക്ക് നമുക്ക് ഇത്തരത്തിൽ എന്താണ് ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന പാലറ്റ്സുകൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പാലറ്റ് ചേഞ്ചേഴ്സ് ഉണ്ടാവും. CNC ന്യൂമറിക്കൽ കൺട്രോൾ, CNC ലൈക്ക് VMC എന്ന് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ മെഷീനിങ് സെന്റർ, HMC ഹൊറിസോണ്ടൽ മെഷീനിങ് സെന്റർ, APT എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമബിൾ ടൂള്. സോ ASCII എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, അതും നമുക്ക് ഓർത്തിരിക്കാം. ASCIIയുടെ എന്താണ് ഒരു ഫുൾ ഫോം എന്താണ്? സോ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. സോ അത് ഓർത്തിരിക്കാം. സോ ഇതിന്റെയൊക്കെ ഒരു ബേസിക് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. സോ അത് ഓർത്തിരിക്കാം, സ്റ്റാൻഡേർഡ് ആണ്. മറ്റൊരു ചോദ്യം, which one of the direction shown by the thumb finger in right hand coordinate? റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് തമ്പ് ഫിംഗർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഡയറക്ഷൻ ഓഫ് ദ സ്പിൻഡിൽ, റൊട്ടേഷൻ, ഡയറക്ഷൻ ഓഫ് X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. ഏതായിരിക്കും ഉത്തരം? X ആക്സിസ്. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് നോക്കിയാൽ അല്ലേ, നമ്മുടെ ആ ഒരു നമുക്കറിയാം റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് X ആക്സിസ് ആണ് ഡയറക്ഷൻ ഓഫ് തമ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ X ആക്സിസ് ആണ്. അപ്പൊ ഈ ചിത്രത്തിൽ റൊട്ടേഷൻ മനസ്സിലാക്കുന്ന
ആക്സിസ് എങ്ങനെയാണ്? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സ് ഡയറക്ഷനിൽ റെസ്പെക്ട് ടു എക്സ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ലേത്തില് ഈ പറഞ്ഞ രീതിയിൽ എക്സും സെഡും മാത്രമേ വരുള്ളൂ, വൈയും ബിയും വരൂല. ഓക്കെ അല്ലേ? അല്ല, കോമൺ ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഫിംഗർ എന്നല്ല, നമ്മളുടെ ലേത്തിൽ സംബന്ധിച്ചോളം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ വർക്ക് പീസ് എന്നിരിക്കട്ടെ, വർക്ക് പീസിന്റെ ഇത് ചക്ക എന്നിരിക്കട്ടെ ഫോർ എക്സാമ്പിൾ. സോ ദിസ് ഈസ് ആക്സിസ്. ഈ ആക്സിസ് എന്ന് പറയുന്നത് സെഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നീട് നമ്മൾ ടൂള് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നാണ് വരുന്നതെന്നിരിക്കട്ടെ ടൂള്. സോ ദിസ് വൺ ഈസ് ദ എക്സ് ആക്സിസ്. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു സെഡ്. സെഡിനെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, വൈ ഇല്ല. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഇതിപ്പോ ഒരു ഐസോമെട്രിക് പോലെ കൺസിഡർ ചെയ്താൽ മതി. ഈ ചിത്രം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ടൂൾ ഉണ്ടല്ലോ, നമ്മുടെ ടൂൾ. സോ ദിസ് വൺ ഈസ് എക്സ് ആക്സിസ്, ദിസ് വൺ ഈസ് സെഡ് ആക്സിസ്, സെഡ് എക്സ്. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ, സെഡ് എക്സ്. ഓക്കെ ആണോ? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വൈ. അത്രേ ഉള്ളൂ. ഡയമീറ്റർ കാണുന്നത് എക്സ് ആക്സിസ്, ലെങ്ത് വൈസ് സെഡ് ആക്സിസ്, അങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നീട് ഇൻ മെഷീനിങ് സെന്റർ ബേസ്ഡ് ഓൺ ദർ കേപ്പബിലിറ്റി ഇൻ പ്രൊവൈഡിങ് ഫീഡ് ഇൻ ഡിഫറെന്റ് ആക്സിസ്. നമുക്കറിയാം, നമുക്ക് ഈ പറഞ്ഞ ഫീഡ് ഡിഫറെന്റ് ആക്സിസ്, മൾട്ടി ആക്സിസ് മെഷീൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ അതങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ 2D കൺട്രോൾ കംസ് അണ്ടർ. 2D കൺട്രോൾ ഏതിലാണ് വരുന്നത്? പോയിന്റ് ടു പോയിന്റ്, സ്ട്രെയിറ്റ് കട്ട് കൺട്രോൾ, കൗണ്ടൂറിംഗ് കൺട്രോൾ, ഓൾ ഓഫ് ദി അബോവ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആണോ? ആലോചിച്ച് നോക്കിയാൽ 2D അല്ല, കോണ്ടൂറിംഗ് കൺട്രോൾ 2D 2.5D. അത് തന്നെ അത്രേ ഉള്ളൂ. 2D 2.5 3D അത് വരുന്നത് നമ്മൾ കോണ്ടൂറിംഗ് കൺട്രോളിനകത്താണ്. കോണ്ടൂറിംഗ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ കോണ്ടൂറിംഗ് കൺട്രോളിലാണ് അത് വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ 3 സാധനങ്ങളും വരുന്നത് ഈ പറയുന്ന രീതിയിൽ കോണ്ടൂറിംഗ് കൺട്രോളിലാണ്. ഓൾറെഡി നമുക്കറിയാം. 2D 2.5D 3D അല്ലെങ്കിൽ ഇത് 3D. 3 ഡയറക്ഷനിലും സൈമിൾട്ടേനിയസ്ലി മൂവ് ചെയ്യുമ്പോൾ അത് 3D ആണ്. ഓക്കെ, ഫൈൻ. സോ കോണ്ടൂറിംഗ് കൺട്രോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, പ്രിപ്പറേറ്ററി ഫംഗ്ഷൻ വേർഡ് റിമൈൻ ആക്റ്റീവ് അണ്ടിൽ ക്യാൻസൽഡ് ബൈ കോൺട്രാക്ടറി കോഡ് അല്ലെങ്കിൽ കോഡ് ഓഫ് സെയിം ക്ലാസ്. ഏതായിരിക്കും? മൊഡാല്, നോൺ മൊഡാല്, ഫീഡ്, മിസലേനിയസ്. മോഡൽ മതി. അപ്പൊ ഇതിൽ മോഡൽ അല്ലെങ്കിൽ മോഡൽ എന്താണ് കോഡുകൾ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. സ്വത്തത്തിലുള്ള കോഡുകളുണ്ട്. അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഡയമെൻഷൻസിനകത്തുള്ള ചേഞ്ചസ് ഒക്കെ ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോർഷൻ ആണ്. അത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് മോഡൽ കോഡുകൾ. നെക്സ്റ്റ്, സ്പിൻഡിൽ മൂവ്സ് ഇൻ വെർട്ടിക്കൽ മെഷീനിങ് സെന്റർ. VMC-ല് സ്പിൻഡിൽ മൂവ്മെന്റ് എങ്ങനെയാണ്? Z ആക്സിസ്, Y ആക്സിസ്, X ആക്സിസ്, V ആക്സിസ്. എല്ലായിടത്തും ഈ പറഞ്ഞ വെർട്ടിക്കൽ മെഷീൻ ആയിക്കോട്ടെ, ഹൊറിസോണ്ടൽ മെഷീൻ ആയിക്കോട്ടെ, എല്ലായിടത്തും സ്പിൻഡില് വ്യത്യാസമൊന്നുമില്ല. സ്പിൻഡിൽ എല്ലായ്പ്പോഴും Z ആക്സിസ് ആണ് കേട്ടോ. സ്പിൻഡിൽ എവിടെ എടുത്താലും Z ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. സോറി, അപ്പൊ അത് Z ആക്സിസ് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാകും. സോ Z ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. കറസ്പോണ്ടിങ് Y ഇത്തരത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. X ടേബിൾ റൊട്ടേറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത്തരത്തിലുള്ള സെറ്റപ്പാണ് വെർട്ടിക്കൽ മെഷീനിങ് സെന്ററിൽ. മറ്റൊരു ചോദ്യം, വാട്ട് യു മീൻ ബൈ MPG? MPG എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനുവലി പൾസ് ജനറേറ്റർ. മാനുവലി പൾസ് ജനറേറ്റർ, MPG നമ്മൾ കണ്ടിരുന്നല്ലേ? MPG കണ്ടിരുന്നു. ഓക്കെ, ഫൈൻ, കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. MPG ദാറ്റ് ഈസ് മാനുവലി പൾസ് ജനറേറ്റർ എന്നുള്ള രീതിയിൽ പ്രിസൈസ് ആയിട്ടുള്ള മെഷീന്റെ ഒക്കെ പൊസിഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് നമ്മൾ ഇത്തരത്തിൽ മോഡിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ MPG നമ്മളെ സഹായിക്കാറുണ്ട്. കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള പൊസിഷൻസിനെയൊക്കെ നമ്മൾ ഇത്തരത്തിൽ എന്തുണ്ടാവും, ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൊടുത്തുകൊണ്ട് വളരെ ചെറിയ എമൗണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ബേസിക് കോൺസെപ്റ്റ്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് അബ്സല്യൂട്ട് കോർഡിനേറ്റ് പോയിന്റ്? അബ്സല്യൂട്ട് കോർഡിനേറ്റ് പോയിന്റിന്റെ ബേസിസ് എന്തായിരുന്നു? ബേസ്ഡ് ഓൺ ഒറിജിൻ. 0, 0. വളരെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ ബേസിക് ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്.
അപ്പൊ ഇത്തരത്തിൽ അബ്സല്യൂട്ട് കോർഡിനേറ്റ് പോയിന്റ് ആകുമ്പോൾ നമുക്ക് 0 0 റിലേറ്റീവ് പോയിന്റ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത്തരത്തിൽ 0 വിത്ത് റെസ്പെക്ട് ആണെന്നുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് ആണ്. മറ്റു ചോദ്യം, പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എങ്ങനെയായിരിക്കും പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക? പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില് പോളാർ ആക്സിസ് ആസ് എൽ. യെസ്, റൈറ്റ് ആൻസർ ആണ്. പോൾ ആസ് ഒ ആൻഡ് പോളാർ ആക്സിസ് എൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം നമുക്കറിയാം. അത്തരത്തിൽ നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ ഈ പറയുന്ന കോർഡിനേറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ആക്സിസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അല്ലെ, ഇത്തരത്തിൽ കൂടുതലും ചോദിച്ചു കാണുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പൊ എൻ്റയർ എല്ലാം നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ എല്ലാം നമുക്ക് കോഡുകളൊക്കെ മനഃപ്പാടമാക്കി വെക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഏതൊക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് അതൊന്ന് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പം സമയം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ ക്ലിയർ ആക്കി പോകുക എന്നുള്ളതാണ്. പിന്നീട് എന്താ, ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് പോൾ ഒ ആൻഡ് പോളാർ ആക്സിസ് എൽ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിൽ കോർഡിനേറ്റ് സിസ്റ്റവുമായി പോളാർ കോർഡിനേറ്റുമായി ബന്ധപ്പെട്ട്. മറ്റു ചോദ്യം, ദ കോഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടൂൾ നോസ് റേഡിയസ് കോമ്പൻസേഷൻ ക്യാൻസൽ, ഏതായിരുന്നു? G40 തന്നെയാണ്, സംശയമൊന്നും വേണ്ട. 41 42 ടൂൾ നോസ് റേഡിയസ് ക്യാൻസൽ, 40 41 കോമ്പൻസേഷൻ ലെഫ്റ്റ്, 42 റൈറ്റ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നീട് നമുക്ക് നോക്കേണ്ടത്, വിച്ച് കോഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിൾ ഇൻ ഫനൂക്ക് CNC കൺട്രോൾ സിസ്റ്റം? G71. Multiple turning cycles, G71 right answer ആണ്. G71 multiple turning cycle, that is Fanuc control system ആണ്. G71 ആണ്. Okay, 71 multiple turning cycle, like stop removal turning multiple ആണെന്നുണ്ടെങ്കിൽ G71. Multiple thread cutting G76 ആയിരുന്നു കേട്ടോ, G76 ആയിരുന്നു. Multiple thread cutting 76 എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ലൈക്ക് CNC ഇത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഓർത്താൽ മതി. ജസ്റ്റ് കോഡ് റെപ്രസെന്റ് ഫീഡ് ഇൻ mm per revolution ആണെങ്കിൽ ഏതായിരുന്നു? G 95. ഉത്തരം 95 ആണ്. ഓർത്തിരുന്നാൽ മതി. ഇതിൽ 95 96 ഉണ്ട്. 95 എന്ന് പറയുന്നത് mm per revolution. അതുപോലെ തന്നെ 94 എന്ന് പറയുന്നത് mm per minute ആണ്. മിനിറ്റ് പറയുന്നുണ്ടാവും. സോ ഓർത്തിരുന്നാൽ മതി. ഇതിൽ ചോദ്യം വന്നിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, ലൈക്ക് എന്താണ്, കൺട്രോൾ സിസ്റ്റം ദ ഫെസിലിറ്റി ടു ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ടു കൺട്രോൾ. ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റി എവിടെയാണുള്ളത്? ക്ലോസ്ഡ് അല്ലെ, ക്ലോസ്ഡ്. അപ്പൊ ഇത്തരത്തിൽ ലൂപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസ്ഡ് ലൂപ്പ്, ഓപ്പൺ ലൂപ്പ് എന്താണെന്നുള്ള ബേസിക് കോൺസെപ്റ്റ്, അതിനകത്തുള്ള ഓരോ കമ്പോണന്റുകൾ നമ്മൾ മനസ്സിലാക്കണം. സോ എൻകോഡർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിന് പുറത്താണുള്ളത് കേട്ടോ. എൻകോഡർ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു എന്താണ്, ദാറ്റ് ഈസ് MCUവിന് പുറത്താണുള്ളത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. എൻകോഡർ സിസ്റ്റം ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഫീഡ്ബാക്ക് എൻകോഡറിൽ നിന്ന് പൊസിഷനൊക്കെ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ട് നമ്മൾ നേരെ ആ ഒരു കമാൻഡ് വാല്യൂ പ്രോസസ്സിലേക്ക് പോകുന്നു, അത് കമ്പയർ ചെയ്യുന്നു, അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ബേസിക് കോൺസെപ്റ്റ്. മറ്റു ചോദ്യം, റോട്ടറി മൂവ്മെന്റ് ഇൻ Z ആക്സിസ് ഇൻ ഓഫ് എ CNC മെഷീൻ. Z ആക്സിസിൽ റോട്ടറി മൂവ്മെന്റ് എങ്ങനെയാണ് പറയാ? ABC ഏതായിരുന്നു? C ആക്സിസ്. C. ABC കറസ്പോണ്ടിങ് XYZ കറസ്പോണ്ടിങ് ABC അല്ലെ, XYZ ആണെങ്കിൽ കറസ്പോണ്ടിങ് ABC. അപ്പൊ C എന്ന് പറയുന്നത് Z ആക്സിസ്. ഓക്കെ, ഓപ്ഷൻ C ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ABC കറസ്പോണ്ടിങ് IJK എന്ന് പറയുമ്പോൾ സെന്റർ, ആർക്ക് സെന്ററുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേറ്ററി ജി കോഡ് N, അതുപോലെ M മിസ്സലേനിയസ് ഫംഗ്ഷൻ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ABC എന്ന് പറയുന്നത് XYZ കറസ്പോണ്ടിങ് റോട്ടറി മോഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യം, ആക്ഷൻ നോട്ട് പോസിബിൾ ഇൻ manual data input MDI function mode in CNC machine. The action not possible. Manual data automatic operation of any machine. ശരി, MDI correct ആണ്. MDI എന്ന് പറഞ്ഞാൽ that is manual data input നകത്ത് ഓട്ടോമാറ്റിക് ഇല്ല, സെമി ഓട്ടോമാറ്റിക് ടൈപ്പ് ആണ്. ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ ഓഫ് എനി മെഷീനിങ് പ്രോസസ് നമുക്ക് അവിടെ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. സോ അത് ഓർത്തിരിക്കാം. സോ മാനുവൽ ഡേറ്റ ഇൻപുട്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ്. മാനുവൽ ഡേറ്റ ഇൻപുട്ട് മോഡ് അല്ലെങ്കിൽ MDA മോഡ്, ദാറ്റ് ഈസ് മാനുവൽ ഡേറ്റ ഓട്ടോമാറ്റിക് മോഡ്. ഒരു സെമി ഓട്ടോമാറ്റിക് മോഡാണെന്നുള്ളത് ഓൾറെഡി പഠിച്ചു. സോ മോഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ ഇത്തരത്തിൽ പ്രൈമറിലി യൂസ്ഡ് ഫോർ ഇൻഡെക്സിംഗ് ടൂൾ ഓൺ CNC, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഏത് മോഡ് നമ്മൾ ഇത്തരത്തിൽ ഇൻഡെക്സിംഗ് ടൂളുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MDI ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, പ്രിപ്പറേറ്ററി ഫംഗ്ഷൻ കോഡ് G03 ഇൻഡിക്കേറ്റ്. എന്തായിരുന്നു G03?
Counterclockwise, circular interpolation. counterclockwise, like circular interpolation, CCW. Right answer ആണ് ഓപ്ഷൻ ഡി. സോ ബേസിക് ആയിട്ടുള്ള ചോദ്യം ഓൾറെഡി നമ്മൾ കണ്ടതാണ്, വിട്ടേക്കാം. ഓക്സിലറി ഫംഗ്ഷൻ M05 എന്താണ്? M05 എന്തായിരുന്നു? Spindle stop. യെസ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, സ്പിൻഡിൽ റൊട്ടേഷൻ സ്റ്റോപ്പ് ഉണ്ട്, സ്പിൻഡിൽ സ്റ്റോപ്പ് ഉണ്ട്. സോ ഓപ്ഷൻ ഉത്തരം സ്പിൻഡിൽ സ്റ്റോപ്പ് തന്നെ കൊടുക്കാം. ഒരു എററാണ്, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ M05 സ്പിൻഡിൽ സ്റ്റോപ്പ്, M06 ഓട്ടോ ടൂൾ ചേഞ്ച് ആണ്. അതുപോലെ തന്നെ M08 കൂളന്റ് ഓൺ, M09 കൂളന്റ് ഓഫ്. ദെൻ ചക്ക് ക്ലോസ് ചെയ്യുന്നത് M11 ആണ്. ഓക്കെ, ചക്ക് ഓപ്പൺ ചെയ്യുന്നത് M10 ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത്തരത്തിലുള്ള കോഡുകൾ അത്യാവശ്യമുള്ളത്. പിന്നീട് ഡയമെൻഷണൽ വാല്യൂ entered to position tool cutting edge in relation to programmed point in a CNC machine program is called ടൂളിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു മെഷീൻ റിലേഷൻ പോയിന്റുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ഓഫ്സെറ്റ് എന്ന് പറയാ? Tool offset. ടൂൾ ഓഫ്സെറ്റ്. അത്രേ ഉള്ളൂ. ഇത്തരത്തിൽ നോക്കി, ഡയമെൻഷണൽ വാല്യൂ entered to position എന്താണ്? ടൂൾ കട്ടിംഗ് എഡ്ജ്. ടൂൾ കട്ടിംഗ് എഡ്ജിന്റെ ഡൗട്ട് ചോദിച്ചു. അപ്പൊ എന്താണ് ഇവിടെ നോക്കി, ടൂളിന്റെ കട്ടിംഗ് എഡ്ജ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാമഡ് പോയിന്റ് എന്ന് പറഞ്ഞ എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഗ്രാമഡ് പോയിന്റ് എന്ന് പറഞ്ഞ എന്താ? മെഷീൻ, അതായത് വർക്ക് 0 പോയിന്റ് ആണ്. വർക്ക് 0 പോയിന്റ് അല്ലെ? വർക്ക് 0 പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ടൂളിന്റെ ആ ഒരു പൊസിഷൻ, ടൂളിന്റെ കട്ടിംഗ് എഡ്ജിന്റെ പൊസിഷൻ നമ്മൾ അതിന്റെ ഡയമെൻഷൻസ് എൻറ്റർ ചെയ്യുന്നുണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിത്ത് റെസ്പെക്ട് ടു വർക്ക് പീസ് നമ്മൾ ടൂളിന്റെ കട്ടിംഗ് എഡ്ജ് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യുന്നതിനെ എന്താ വിളിക്കുക? ടൂൾ ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ അതാണ് ഓപ്ഷൻ എ. ടൂൾ ഓഫ്സെറ്റ് ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ടൂൾ ഓഫ്സെറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, which allowing element is in HSS maintains the keenness of the cutting edge? കട്ടിംഗ് എഡ്ജിന്റെ ഷാർപ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നത് ഏതാണ്? ടങ്സ്റ്റൺ, മോളിബ്ഡിനം, കൊബാൾട്ട്, മോളിബ്ഡിനം. ഈ റൈറ്റ് ആൻസർ ആണ്. മോളിബ്ഡിനം ആണ് കീനെസ് അല്ലെ, ഷാർപ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവുക. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് നമുക്കറിയാം കറസ്പോണ്ടിങ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഹോട്ട് ഹാർഡ്നെസ്. കൊബാൾട്ട് എന്ന് പറയുന്നത് വെയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, വെയർ റെസിസ്റ്റൻസ് നമ്മളെ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ വെയർ ആൻഡ് ടയറിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് കൊബാൾട്ട്. ഷാർപ്നെസ്, നമ്മൾ കട്ടിംഗ് എഡ്ജിന്റെ ഷാർപ്നെസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് മോളിബ്ഡിനം. ടങ്സ്റ്റൺ ഹോട്ട് ഹാർഡ്നെസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഒക്കെ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, സൈഡ് റേക്ക് ആംഗിൾ ഗ്രൗണ്ട് മേ റേഞ്ച് ഫ്രം. സൈഡ് റേക്ക് ആംഗിൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു റേഞ്ച് എത്രയെന്നുള്ളതാണ് ചോദ്യം. 25, 40, 40, 50, 0, 20, 8 to 12. റേക്ക് ആംഗിൾ 0 to 20. 0 to 20 ആണ്. 0 to 20 റേക്ക് ആംഗിൾ പൊതുവെ നമ്മൾ മെഷീൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ സൈഡ് റേക്ക് ആംഗിൾ സാധാരണഗതിയിൽ നമ്മളത് 0 to 20 ഡിഗ്രി. സൈഡ് റേക്ക് എന്താണെന്ന് മനസ്സിലായാലോ? ഇത്തരത്തിൽ നമ്മുടെ ഇങ്ങനെ സൈഡിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. സോ ദിസ് വൺ ഈസ് എ സൈഡ് റേക്ക്, അപ്പോൾ സൈഡ് റേക്കുകൾ 0 to 20 ഡിഗ്രി എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. സോ അത് ഓർത്തിരിക്കാം. സൈഡ് റേക്ക് ആംഗിളിന്റെ വാല്യൂ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ദ സൈഡ് റിലീഫ് ആംഗിൾ നോർമലി ഡസ് നോട്ട് എക്സീഡ്, കൂടരുത്, ഡസ് നോട്ട് എക്സീഡ് 2 ഡിഗ്രി, 3 ഡിഗ്രി, 4 ഡിഗ്രി, 2 ഡിഗ്രി. റൈറ്റ് ആൻസർ 2 ഡിഗ്രി. അപ്പൊ അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓർത്താൽ മതി, സൈഡ് റിലീഫ് ആംഗിൾ നോർമലി ഡസ് നോട്ട് എക്സീഡ് 2 ഡിഗ്രി. സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇവിടെ കാണുന്നതാണ് റിലീഫ് ആംഗിൾ, ഇത് സൈഡ് റേക്ക് ആംഗിൾ. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ടൂൾ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ടൊക്കെ ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വിച്ച് മോഡ് ഈസ് യൂസ്ഡ് ടു മൂവ് ദ ടറക്റ്റ് ഇൻ മൈക്രോൺ ലെവൽ. വളരെ പ്രിസൈസ് ആയിട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മോഡ് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഓട്ടോ മോഡ്, ജോഗ് മോഡ്, MDA മോഡ്, ഹാൻഡിൽ മോഡ്. ഹാൻഡിൽ മോഡ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ജോഗ് മോഡ് എന്ന് പഠിച്ചു. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി. ഹാൻഡിൽ മോഡാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇവിടെ ഈ ഹാൻഡിൽ ഹലോ പറഞ്ഞോളൂ. ഈ സൈഡ് റിലീഫ് ആംഗിൾ 2 ഡിഗ്രിയിൽ എക്സീഡ് ആവരുതെന്ന് പറഞ്ഞത് പാർട്ടിംഗ് ടൂളിന്റെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്, അതോ സാധാരണ റൈറ്റ് ഹാൻഡ് കട്ടിംഗ് ടൂളിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ? റൈറ്റ് ഹാൻഡ് കട്ടിംഗ് ടൂളിന്റെ അടിസ്ഥാനത്തിലാണ്. കാര്യം നോർമലി നമ്മൾ ആ ഒരു ആംഗിൾ അധികം കൊടുക്കില്ല. കാര്യം ക്ലിയറൻസ് ആംഗിൾ അധികം നമ്മൾ കൊടുക്കില്ല, എന്നാൽ തീരെ കുറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. പാർട്ടിംഗ് ടൂളിൽ 2 ഡിഗ്രിയാണ് പറയുന്നത്. പാർട്ടിംഗ് ടൂൾ 2 ഡിഗ്രി അവർ എക്സാക്ട് ആയിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ചിപ്പ് ക്ലോഗ് ചെയ്യുന്നു. അതെ, അത് തന്നെ. അതുകൊണ്ട് അതാണ് അവരിങ്ങനെ എടുത്ത് പറയാൻ സാധ്യത കാര്യം. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. ക്ലിയറൻസ് ആംഗിൾ പലപ്പോഴും കുറവായിരിക്കും.
അപ്പോൾ അത് ഓർത്തിരിക്കാം. പിന്നീട് ഓക്കെ ഫൈൻ. ഇപ്പൊ എം പി ജി എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ വരുന്നത് നമുക്ക് നേരത്തെ കണ്ടു അല്ലെ. 0.001 mm റേഞ്ചിലൊക്കെ നമുക്ക് മൂവ്മെന്റ് കിട്ടും. 0.001 mm റേഞ്ചിൽ മൂവ്മെന്റ് കിട്ടും. ഹാൻഡിൽ മോഡ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ജോഗ് മോഡ് എന്ന് പറയുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.